ഞാൻ കടലൊക്കെ തിന്ന് ഇരിക്കായിരുന്നു കേട്ടോ. അപ്പൊ സവാനന്നൊരു ഓർഡർ ഗൈസ്. വലിയൊരു സാധനം നോക്കിയാ എത്ര രൂപന്റെ മുതലാന്നറിയ എന്ത് വാങ്ങിയത്. കുഞ്ഞിതാ അൺബോക്സ്. അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാന്ന് ആദ്യം നോക്കട്ടെ. കീറട്ടെ. ആ നോക്കട്ടെ. എന്തിനാ എനിക്ക് ഇഷ്ടപ്പെടണം മനസ്സിലാകുന്നില്ല. ഓക്കെ ഇട്ട് കാണിച്ചോണ്ട. ഞാൻ ഡ്രസ് ഇടുമ്പോ ഏറ്റവും കൂടുതൽ എന്നേക്കാ എൻജോയ് ചെയ്യുന്നത് ആരാ? ഞാനാ. നല്ല ഡ്രസ് ആണെങ്കിൽ ഓക്കെ. വൃത്തി കാണിച്ചിട്ടുണ്ടോ? ഇതെന്താ ഇതൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല എന്ത് ഡ്രസ്സാണ്. എന്റെ പൊന്നോ, ഈ കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്റ്റാൻഡേർഡ് കളറായി ഫീൽ ചെയ്യും. ഇടയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ്. എപ്പോഴും പച്ച മഞ്ഞ ചുമപ്പ്. ഇവര് തുറക്കാതിരിക്കാൻ വേണ്ടിട്ടാണ്. അതെ എന്റെ ബേബിനെ അവരിങ്ങനെ പറ്റിക്കാണ്. എനിക്ക് വയ്യ. സന്തോഷം കണ്ടേ. ഓ എനിക്ക് സന്തോഷം കൊണ്ട് ഇങ്ങോട്ട് നിക്കാൻ കഴിയുന്നില്ല ഗൈസ്. എന്റെ ബേബി എന്തോരം ഡ്രസ്സാ വാങ്ങി. നോക്ക് എന്റെ ബേബിക്ക് എന്ത് സ്നേഹം എന്നോട്. എനിക്ക് ഒരുപാട് ഡ്രസ്സ് വാങ്ങിയില്ലേ. ക്ലോത്ത് കൊള്ളാം. ഒന്ന് പൊക്ക് നോക്കട്ടെ. പലാസ എന്തത്? എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് ഈ കളർ ചേരുന്ന എനിക്ക് തോന്നുന്നു. ഇട്ട് നോക്കിയാലല്ലേ അറിയുള്ളൂ. ഇത് എന്നിട്ട് ഇവിടെ ഒരു ടൈ ഉണ്ട്. എനിക്ക് റെഡ് സെറ്റ്. റെഡ് കൊള്ളാം. റെഡ് ഓക്കെ. പക്ഷെ ഇത് നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് ദിസ്. പിന്നെ വൈറ്റ് കാണിച്ച വെറൈറ്റി സാധനം കേട്ടോ. കാണുമ്പോ ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി കുറച്ചുകൂടി പെർഫെക്റ്റ് ആവാൻ മതിയാവും. നമുക്ക് നോക്കാം എന്തായാലും. ഇതൊക്കെ എത്ര രൂപ ആയിട്ട്? ഇതൊക്കെ ലൈക്ക് ഒരുപാട് എക്സ്പെൻസീവ് അല്ല. ലൈക്ക് ഒരു 600 ആ ഒരു റേഞ്ച് ഉള്ളു. ഷുവർ അബൌട്ട് ദാറ്റ്. ഫാഷൻ ഷോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അൽഫിന്റെ. ഇത് വെച്ചിട്ട് ഇൻസ്റ്റയിൽ റീൽ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇത് കൊള്ളാം ഗൈസ്. ഈ ഡ്രസ്സ് കൊള്ളാം കേട്ടോ. എന്തായാലും ഇത് ഉള്ളതിൽ വെച്ചപ്പോ എനിക്കിത് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കിയൊക്കെ കണക്കാണ്. റെഡും കൊള്ളാം. ഇനിയിപ്പോ ഇടുമ്പോ നമുക്കറിയാം ബാക്കി എന്താണ് അവസ്ഥ. എങ്ങനെ ഈവനിങ് ആയി ഗൈസ്. ഐ മീൻ നൈറ്റ് ആയി. രാവിലെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, നമ്മൾ അൽഫിന്റെ എന്താ പറയുക ഡ്രസ്സും കാര്യമൊക്കെ അൺബോക്സ് ചെയ്ത് തന്നെ. അപ്പോൾ കുറച്ച് ഇപ്പൊ വേറൊരു ബോക്സ് ഡെലിവർ ആയിരുന്നിട്ടാ. അപ്പൊ അതില് അവളിങ്ങനെ പൊട്ടിക്കണം പറഞ്ഞപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം കല്യാണത്തിന് മുമ്പ് അവളിങ്ങനെ ബോക്സ് ഒക്കെ കിട്ടുമ്പം ഞാൻ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് അൺബോക്സ് ചെയ്യലാണ്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇപ്പോഴും ഇങ്ങനെ കുറെ ബോക്സ് നമുക്ക് ഒരുമിച്ച് അൺബോക്സിങ് ഡ്യൂഡ് ഇടണ്ടല്ലോ. അപ്പൊ നമുക്കത് അൺബോക്സിങ് വീഡിയോ എടുത്തൂടെ? ഏത് സംഭവം നമുക്ക് വേണ്ടി അറിയില്ലെങ്കിലും ഇനി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എത്തിയിരിക്കുന്നു നമ്മുടെ ബെഡിൽ നമ്മളുടെ കുട്ടസനുണ്ട് ഗേസ്. ഇവൻ തൽക്കാലം പടന്നോട്ടെ, നമുക്ക് അങ്ങോട്ട് അടുപ്പിക്കണ്ട. അപ്പൊ തുറന്നു. അൺബോക്സിങ് ഡ്യൂഡിന്റെ വൈഫ് ഇതാ ഒരു അൺബോക്സറായി മാറിയിരിക്കുന്നു ഗേസ്. പക്ഷെ ഒരേ ഒരു പേരുള്ള പെട്ടി മാത്രമേ തുറക്കുള്ളൂ. നൈറ്റ്. ബാക്കി ഡ്രസ്സിന്റെ എല്ലാം കവറാണല്ലോ. ഹെയർ മാസ്ക്. ഹെയർ മാസ്ക് ഓക്കെ. ഇത് ഫ്രീ സാമ്പിൾ ഷാംപൂ. ഇത് പ്രൊമോഷൻ കിട്ടിയല്ലോ. അല്ല പൈസ എടുത്ത് വാങ്ങിയതാണ്. ഇത് അടുത്ത കണ്ടീഷണർ. ഇത് ഷാംപൂ അല്ലേ? ഓ ഷിറ്റ്, എന്തേ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇനി വാങ്ങാൻ കഴിയൂല. അല്ല, ഞാൻ ഷാംപൂന് പകരം 2 കണ്ടീഷണറാ ഓർഡർ ചെയ്തത്. ഓ മൈ ഗോഡ്. ഹെയർ സീറം. നെക്സ്റ്റ് ഡേ, അതായത് ഇന്നലെ നമ്മൾ കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതില് ഞാന് ഒരു കുറെ ആഗ്രഹിച്ചിട്ട് ഒരു ഔട്ട്ഫിറ്റ് മേടിച്ച് എനിക്ക് അറിയില്ലായിരുന്നു എനിക്കത് ഫിറ്റ് ആവൂന്ന്. ഞാൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിക്കാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്താവുന്ന്. സംഭവം സാലി ഇവിടെ ഇല്ല. എന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞില്ലല്ലേ. ഉദ്ദേശം ഇത്രേ ഉള്ളൂ, സിമ്പിൾ ഉള്ളൂ. ഞാൻ വേറൊരു ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള മേക്കപ്പും ഔട്ട്ഫിറ്റും ഹെയർ സ്റ്റൈലൊക്കെ വെച്ചിട്ട് ഒരു കിഡിലൻ മേക്ക് ഓവർ ആണ് ഉദ്ദേശിക്കുന്നത്. പാളിപ്പോന്നറിയില്ല, ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഞാൻ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ബൈ ദ വേ, ഇതാണ് ഗൈസ് ഔട്ട്ഫിറ്റ്. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കാണിച്ചു തരുന്നില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള സകല ടൂൾസും നിരത്തി വെച്ചു. അപ്പോൾ എനിക്ക് തന്നെ ഒരു ഫീൽ വരണമല്ലോ, ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പിന്നെ ഫോൺ, ട്യൂട്ടോറിയലിന് ഫോണ് എല്ലാം ഉണ്ട്. ഈ മോന്തയുടെ ഷേപ്പ് മാറ്റാൻ പറ്റൂല, പക്ഷെ എന്നാലും നമുക്ക് മാറ്റാൻ പറ്റൂന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ ഹെയറിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാന്ന് നോക്കി. ഇപ്പം എൻ്റെ ഹെയർ ആക്ച്വലി കേൾ ആവുന്നില്ല. യു സി, എന്തൊക്കെ ഒന്നായി. നമുക്ക് നോക്കാം. ഞാൻ ഫുള്ള് ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ഇതേ കണ്ടോ ഫ്രണ്ടിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾ ചെയ്യാൻ നോക്കിയതാണ്. ഇന്ന് ഉമ്മൻ്റെ സ്പെഷ്യലായിട്ട് മറ്റേ ചിക്കൻ ബ്രോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നോർമലി ഈ സാധനം പുറത്തു പോയി കഴിക്കുന്ന ഇഷ്ടമല്ല, പക്ഷെ വീട്ടിലുണ്ടാക്കുമ്പോൾ എനിക്കിഷ്ടം.
ഞാൻ കുറച്ച് ടച്ചപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കാണ്, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാലും ഞാൻ റെഡി ആവലുണ്ടാവില്ല. ഞാൻ കുറച്ച് കൂട്ടിയിട്ടതാണ്. ഞാൻ ഇങ്ങനെ ഒന്നും മേക്കപ്പ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇന്ന് കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ ഞാൻ മേടിച്ചപ്പോൾ എനിക്കൊന്ന് ടെസ്റ്റ് ഔട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതൊരു ബേസ് ഞാൻ സെറ്റാക്കി. ഇനി എനിക്ക് ഹെയറുമില്ലൊന്ന് താജ്മഹൽ ചെയ്യണം. ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ഇനി എനിക്ക് ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ചെറിയൊരു കുട്ടി അപ്ഡേറ്റ് തന്നതാണ്. എൻ്റെ കോലം ഇവിടെ വരെ എത്തിയെന്നറിയാം. ഇവിടെ വരെ എത്തും കാര്യങ്ങളൊന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ ഒരു ട്യൂട്ടോറിയലൊക്കെ നോക്കി ഇങ്ങനത്തെ ഒരു ഐ ലുക്കൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആയാലായി. ചടാ ഗൈസ്, ദിസ് ഈസ് ദ ഔട്ട്ഫിറ്റ് ഓൺ മീ. ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഹെയർ എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ന്യൂ ഐഡിയ. ഞാൻ വിചാരിച്ചു, ഞാൻ ഇതുവരെ ഹെയർ അങ്ങനെ പൊക്കിയൊന്നും ഹെയർ അപ്ഡു ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഇങ്ങനെയൊക്കെ ഒരു സ്റ്റൈൽ പിടിക്കാമെന്ന് ചോദിച്ചു. പക്ഷേ വലിയൊരു സെറ്റപ്പ് ഇല്ല അല്ലേ. ഈ എൻ്റെ ഹെയർ എത്രമാത്രം എനിക്ക് ഇതാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ നമുക്ക് ഈ പ്ലാൻ അങ്ങോട്ട് ഒഴിവാക്കാം. സോ നമുക്കിപ്പോൾ മുന്നിലുള്ള പ്ലാൻ ഹെയർ അഴിച്ചിടുക എന്നുള്ളൊരു പ്ലാനാണ് നമ്മുടെ മുന്നിലുള്ളൂ. നമുക്കത് ചെയ്തു നോക്കാം. ഞാൻ ഹെയർ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് വരാം. തുടങ്ങിയപ്പോഴുള്ള അവസ്ഥ എന്ത്, ഇവിടെ ചെയ്തു വന്നപ്പോഴുള്ള അവസ്ഥ എന്ത്, ഞാനിപ്പോൾ എങ്ങുമില്ലാത്തൊരവസ്ഥയിൽ എത്തി നിൽക്കുക. ഞാൻ ഒന്ന് ഔട്ട്ഡോർ ഇറങ്ങി നോക്കിയതാണ് എന്ത് കോലത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന്. നല്ല പുട്ടി വാരി വിതറിയിട്ടിട്ടുണ്ട്. കണ്ണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച ഇങ്ങനെയൊന്നുമല്ല. എന്റെ സ്ട്രെയിറ്റ്നറിന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. കുറെ നേരം ഞാൻ ശ്രമിക്കുകയാണ് എന്റെ ഹെയർ ഒന്ന് കേൾ ആക്കാൻ. പ്രാളം കൊണ്ട് തെറ്റുന്നതാണ് പഠിച്ചോനെ. എന്റെ മുടിയുടെ കാര്യത്തിൽ ഏകദേശം അല്ല, മൊത്തം തീരുമാനമായി. ഞാൻ വിചാരിച്ചൊരു മ്യൂട്ടഡ് ലിപ്പ് പോവാന്ന്. പക്ഷെ ഞാനൊന്ന് മ്യൂട്ടഡ് ആക്കി നോക്കിയിട്ടൊരു രസമില്ല. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഇതില്ലാതെ എന്ത് ആഘോഷം. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ, കാരണം ഓൻ വരാനായി എന്ന് പറഞ്ഞു. അതുകൊണ്ടാട്ടെ ഞാൻ മുടിയുടെ ഇത് വിട്ട്. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് 10 മിനിറ്റ്സിൽ എത്തും, ആള് ഈ എടപ്പള്ളി ഭാഗത്തുണ്ട്. സോ ഞാൻ ഈ ലിപ്സ്റ്റിക് കൂടി ഇട്ട് കാണിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാവേ. ഓ മൈ ഗോഡ്, ഈ ലൈറ്റിൽ എന്നെ കാണാൻ സത്യം പറഞ്ഞ പ്രയത്തെ പോലെ ഉണ്ട്. ഞാൻ മറ്റേ ലൈറ്റിലൊന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് ഔട്ട്ഫിറ്റ്. ഇതാണ് പറഞ്ഞ ഔട്ട്ഫിറ്റ്. എനിക്ക് കാണിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഓനെ കാണിച്ചു കഴിഞ്ഞിട്ട് ഓനെ കൊണ്ട് ഞാൻ നല്ല കിടിലൻ സെറ്റ് സാധനങ്ങളൊക്കെ ഇടാം. എൻ്റെ ലുക്ക് തന്നെ പേടിച്ച് പോവാതിരുന്നാൽ മതി. ഇത് കണ്ട് പേടിക്കാനുള്ള ചാൻസസ് വളരെ ഉണ്ട്. റൂമിൽ ഞാനോ ആവശ്യമില്ലാത്ത കുറേ ലൈറ്റുകൾ കുത്തിക്കയറ്റിയിട്ട് നല്ലൊരു വൃത്തികേടുണ്ടായിരുന്നു. പക്ഷേ ഗൈ ഇസ് ഹിയർ. ഇത്ര പെട്ടെന്ന് ഡ്രസ് ഇട്ടാ നിനക്ക്? ഇത്ര പെട്ടെന്നോ? നീ പോയതപ്പോഴാ? നീ 1 മണിക്കാ പോയത്. ഇപ്പൊ 4 മണി 4:30 വാങ്ങിട്ടല്ലോ ഡ്രസ്. അങ്ങനെ. ഓ മൈ ഗോഡ്, ആരത്? പ്രിൻസസാ, ക്യൂനാ, രാജകുമാരിയാ? എന്റെ അളിയ നോക്കട്ടെ, എന്റെ മോനെ വിഷയം. ഇത് വേറൊരു ലുക്കായിട്ടൊരു ഈ ഡ്രസ്സെല്ലാം ചേർന്നുണ്ട്. എന്റെ മോനെ ഹീൽസ് മിസ്സിംഗ് ആ. പിന്നെ ഞാൻ നീ പെട്ടെന്ന് വന്നപ്പോ ഓടി വന്നപ്പോ ഞാൻ ഹീൽസ് ഇട്ടിട്ട് ഇവിടെ മൂക്കും കുത്തി വീഴാനോ? ഇത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇന്നലെ വാങ്ങിയിട്ടുള്ളു കേസ്. അപ്പത്തെ സാധനം കിട്ടും. ഞാൻ പോകുമ്പോ ഇടാന്ന് വെച്ചായിരുന്നു. ഇനിയിപ്പോ ഇതോടെ കൂടെ ഡേറ്റിന് പോവാ. എങ്ങനെ വിളിക്കും. അയ്യോ, സർപ്രൈസ് ആയിട്ടോ. ശരിക്കും സർപ്രൈസ് ആയിക്കൊള്ളാം. ഇപ്പം വലിയ തടിയൊന്നും തോന്നില്ല അല്ലേ? ഈ ഡ്രസ് ഇട്ടപ്പോ തടി തോന്നില്ലല്ലോ അൽഫി? അതെന്റെ ബോഡി ഹുക്കോൺ ആയിട്ടുള്ള ഡ്രസ്സസ് ഞാൻ ഇത് ഇട്ടിട്ടില്ല. ഇപ്പൊ തടി തോന്നുന്നു. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്തിട്ട് എങ്ങനത്തെ ഡ്രസ്സുകൾക്ക് ചേരുന്നുണ്ടോന്ന്. ഓ, അതാണ് എനിക്ക് പേടി. ഇതൊക്കെ ഇനി കാണണല്ലോ. നീ ഫുള്ള് വ്ളോഗ് ചെയ്തനാ? കൊറേയൊക്കെ വ്ളോഗ് ചെയ്ത് കൊറേയൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ച് ഇനി ഇതും കൂടെ ഇട്ട് ഇനി ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഫ്രഷ് ആയി കിട്ടും. ഫ്രഷ്നെസ്, അതാണ് നമുക്ക് വേണ്ടത് ഗൈസ്. ഓക്കെ, ഇത് ഞാൻ ഫോട്ടോ എടുത്തരാം. ഏതായാലും റെഡി ആയതല്ലേ, എന്തായാലും ഫോട്ടോസ് എടുത്തെടുക്കട്ടെ. അല്ലെങ്കിൽ വേസ്റ്റ് ഈ സാധനത്തിനൊക്കെ ഒരുപാട് പൈസ ഉള്ളതല്ലേ. ഫോട്ടോ കൂടി എടുത്തെടുത്തില്ല. എങ്ങനെയുണ്ട്? കൊള്ളാടി. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ താഴത്ത് കമന്റ് ഗൈസ്. ഇവൾക്ക് നല്ല ലുക്ക് നന്നായി ചേർന്നില്ലേ? നമ്മള് വാലന്റൈൻസ് ഞാൻ ഇതിന് നിന്നിട്ട് പ്രേതത്തെ പോലെ അല്ല, ഇത് വാലന്റൈൻസ് ഡേ ഒക്കെ ആയിരുന്നു ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ. റെഡ്. ഓ, അടിപൊളിയായി. വേറെ സെറ്റ് ആയിരുന്നു കാണാൻ. പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. ഐ ലൈക്ക് ഇറ്റ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? കൊള്ളാം. ഒരു പുതിയ ആളെ പോലെ തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി തോന്നുന്നുണ്ട്. കണ്ടില്ലേ? ഞാൻ കുറച്ച് സ്ലോ മോഷൻ ഷോട്ട് കൂടി എടുത്തുതരാം. ഓക്കെ, സോ നല്ല അടിപൊളിയായിരിക്കും. Just like you know, I always want strikes like you.
how I always want stress like you